ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വിനായക ചതുർത്ഥിയാണ്. സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച. എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നാരായണീയത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ 2 ദിവസമായി ഇടുന്നുണ്ട്. കാണാത്തവരെല്ലാവരും നാരായണീയം ആ ക്ലാസ് കേൾക്കണം. എഴുതി കാണിക്കുന്നുണ്ട്, അത് എഴുതിയെടുക്കാം. അത് എഴുതിയെടുക്കുമ്പം വളരെ പുണ്യമാണ് അത് എഴുതിയെടുക്കുന്നത്. ഈ ബുക്ക് നാരായണീയം ഉള്ളവർ പോലും ഒന്ന് പകർത്തി ഓരോ ദിവസവും ഓരോ ശ്ലോകം ഒന്ന് പകർത്തി എഴുതുന്നത് വലിയ ഫലത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്, അതുപോലെ കഥകളും പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും അത് കേട്ട് പ്രാർത്ഥിക്കുക. കാരണം കലിയുഗമാണ്, പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഉള്ളൂ പ്രാധാന്യം. അതേ ഉള്ളൂ നമുക്ക് രക്ഷ എന്ന് മനസ്സിലാക്കി എല്ലാവരും മുമ്പോട്ട് പോവുക. ഇനി വിനായക ചതുർത്ഥിയുടെ വ്രതം. ഭഗവാന് വ്രതമെടുക്കുന്ന എല്ലാവരും, വ്രതമെടുക്കാത്ത എല്ലാവരും നിർബന്ധമായും എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വലിയ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. കാരണം ഭഗവാന് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അതുകൊണ്ടാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. കാരണം ആദ്യം വിഘ്നേശ്വരന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആകെ അലങ്കോലമാക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കൊച്ചുകുട്ടികൾ അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ബന്ധുക്കൾ വന്നു കഴിയുമ്പം അവരുടെ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അത് ആ കൊച്ചുകുട്ടികളുടെ കൈ കൊടുക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളങ്ങ് പിണങ്ങും. അതുപോലത്തെ സ്വഭാവമാണ് വിഘ്നേശ്വരൻ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ എപ്പോഴും ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതണം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നൊരു പൂവെങ്കിലും പറിച്ച് കൊണ്ടു കൊടുക്കണം. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് പിറന്നാൾ ദിവസമാണ്, ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി ഭഗവാൻ നൈവേദ്യമായിട്ട് വെക്കണം. ആ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇന്ന് ഞാൻ 3 തരത്തിലുള്ള മോദകങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോദകങ്ങളാണ് ആ 3 മോദകങ്ങൾ. നിങ്ങളതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുള്ള കമൻറ്റ് ഒന്ന് പറയണം. ഇനി നമുക്ക് എങ്ങനെയാണ് വിനായക ചതുർത്ഥി വ്രതം എടുക്കുന്നത് എന്ന് നോക്കാം. ചതുർത്ഥിയുടെ തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം, നമ്മൾ ഒരു നേരം അരിഭക്ഷണം, രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുക. തലേ ദിവസവും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ ക്ഷേത്രങ്ങളിലും വിനായകനുണ്ട്. പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രങ്ങൾ തന്നെ പോകണമെന്നില്ല. അടുത്ത് ഏത് ക്ഷേത്രമുണ്ടെങ്കിലും അവിടെ എല്ലാം വിനായകൻ കാണും. അപ്പോൾ ഒന്ന് തലേ ദിവസവും ഒന്ന് പോയി പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം, തലേ ദിവസം പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഒരു നേരം അരിഭക്ഷണം ഒരിക്കലുണ്ണുക. പിറ്റേ ദിവസത്തെ വ്രതത്തിന് വേണ്ടി ഒരിക്കലുണ്ണുക. തലേ ദിവസവും സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തുന്നത് വളരെ നല്ലതാണ്. വൈകുന്നേരം നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം, അതല്ലെങ്കിൽ ഉപ്പുമാവ് കഴിക്കാം, അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം, പാലും പഴങ്ങളും ഒക്കെ കഴിക്കാം തലേ ദിവസം സന്ധ്യയ്ക്ക് മുമ്പ്. ഇനി പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് വിളക്ക് കത്തിക്കണം. ഭഗവാന് വിളക്ക് കത്തിക്കുമ്പം തലേ ദിവസം നമുക്ക് ഒരു മുണ്ടെങ്കിലും, ഒരു കൊച്ചുമുണ്ടെങ്കിലും ഭഗവാന് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ശ്രേയസ്കരമാണ്. ക്ഷേത്രത്തിലായാലും ഒരു കൊച്ചുമുണ്ട് മേടിച്ച് ഭഗവാന് ക്ഷേത്രത്തിൽ ഒന്ന് കൊണ്ട് കൊടുക്കാം. ഒരു ഉടയാട അത് മേടിച്ച് കൊണ്ട് കൊടുക്കാം. ഒരു പുതുവസ്ത്രം. ഇനി നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കൊരു ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ അതല്ലെങ്കിൽ ഒരു പ്രതിമയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു കുഞ്ഞുമുണ്ട് മേടിച്ച് ഉടുപ്പിക്കാം. കാരണം നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുട്ടിയാണ്. നമ്മളങ്ങനെ സ്നേഹിക്കണം ഭഗവാനെ. ഭഗവാൻ നമുക്ക്, നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കൂ, ഒരുപാട് ഐശ്വര്യങ്ങളായിരിക്കും. ഒരു മഞ്ഞമുണ്ട് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കസവുമുണ്ട് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് മുട്ടുണ്ടാവില്ല വസ്ത്രത്തിന്, ഉറപ്പാണ്. ഭഗവാൻ അത്രയ്ക്ക് സ്നേഹമായിരിക്കും. പിറന്നാൾ ദിവസമാണ്. നമ്മുടെ വീട്ടിലൊരു പിറന്നാളുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് പിറന്നാളുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? കടം മേടിച്ചിട്ടായാലും ആ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ച് കൊടുക്കും, ഒരു സദ്യ ഉണ്ടാക്കി കൊടുക്കും, ഇല്ലേ? അപ്പോൾ അതുപോലെ ഒരു 100 രൂപ മുടക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു കൊച്ചുമുണ്ട് കിട്ടും, ഭഗവാന് മേടിച്ച് കൊടുക്കാം. രാവിലെ വിളക്ക് കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ
ഉച്ചയ്ക്ക് മധ്യാഹ്ന സമയം, പൂജാ സമയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാന് വിളക്ക് കത്തിച്ച് നൈവേദ്യമുണ്ടാക്കി വെച്ച് പ്രാർത്ഥിക്കാം. മധ്യാഹ്ന സമയം, കാരണം അപ്പോഴാണ് ഭഗവാൻ ജനിച്ചത്. മധ്യാഹ്ന സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വലിയ വിശേഷമാണ്. ഇനി നമ്മൾ അന്നത്തെ ദിവസം ജോലിക്ക് എല്ലാവർക്കും പോകേണ്ട ദിവസമാണ്. ഉച്ചയ്ക്കൊന്നും പലർക്കും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ ഇതെല്ലാം അറിയാം. എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഇച്ചിരി പഴം മേടിച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ ഒരു തേങ്ങാമുറി മുറിച്ച് വെച്ചിട്ട് ഭഗവാന്റെ പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഒന്ന് ഭഗവാന് നിർബന്ധമായും കൊടുത്ത് രാവിലെ പ്രാർത്ഥിക്കുക. വീട്ടിലിരിക്കുന്നവർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കുക. ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഇതേപോലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു നേരം നൈവേദ്യം വെച്ച് പ്രാർത്ഥിച്ചാലും മതി. അതല്ല 3 നേരവും വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ വിശേഷമാണ്. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ആഹാര രീതി എന്ന് പറയുന്നത് അരിഭക്ഷണം ഒഴിവാക്കുക. അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സാധാരണ ആഹാരങ്ങൾ കഴിക്കാം. ഗോതമ്പ് കഴിക്കാം, പാലും പഴവും കഴിച്ചിരിക്കാം. ഇനി ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം. അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ അരിഭക്ഷണം വേണ്ട. ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതും വളരെ വിശേഷമാണ്. ഇനി ജലം മാത്രം കുടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതും വളരെ വിശേഷമാണ്. നമ്മൾക്ക് ഏത് രീതിയിലാണോ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ എടുക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കുക. ആ കാര്യങ്ങൾ ചെയ്യുക. ഇനി ചന്ദ്രനെ കാണാൻ പാടില്ലാത്ത സമയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസവും ചന്ദ്രനെ കാണാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട്, പിറ്റേ ദിവസവും ചന്ദ്രനെ കാണാൻ പാടില്ലാത്ത സമയമുണ്ട്. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ പാടില്ല. ഇനി അറിയാതെ ചന്ദ്രനെ കണ്ടുപോയാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും കണ്ടു, ഒരു ദിവസവും കാണത്തില്ല, ചന്ദ്രനെ കാണാറേ ഇല്ല ഞാൻ. പക്ഷേ ആ വിനായക ചതുർത്ഥി ദിവസം താമസിച്ചാണ് ഓഫീസിൽ നിന്ന് വന്നത്. വരുന്ന വഴിക്ക് മുകളിലേക്ക് നോക്കുകയും ചെയ്തു. അങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ട പ്രതിവിധി എന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ നാമം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ നാമം പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി വിനായക ചതുർത്ഥിക്ക് ഇതേ രീതിയിൽ പ്രാർത്ഥിക്കുക, വ്രതമെടുക്കുക. പിറ്റേ ദിവസം, ചതുർത്ഥിയുടെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ പോയി ഭഗവാന് വെറ്റിലയും പാക്കും 1 രൂപ നാണയവും ദക്ഷിണ കൊടുക്കുക. ഭഗവാന്റെ നടയ്ക്ക് മുമ്പിൽ ദക്ഷിണ വെക്കുക. ഒരു തേങ്ങ ഉടയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ തേങ്ങ ഉടയ്ക്കുക. ദക്ഷിണ വെച്ച് ഏത്തമിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമ്മളെടുത്ത വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് നമ്മുടെ വ്രതം അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഏത്തമിട്ട് ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഭഗവാനോട് പറയുക. തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കും. അതിനുശേഷം അവിടുന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരായാലും ഭഗവാന് ഒരു ദക്ഷിണ വെക്കുക. ഇനി വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് വെറ്റിലയും പാക്കും ഒന്നും കിട്ടില്ല. അവർ 1 രൂപ നാണയമോ അതല്ലെങ്കിൽ ഒരു 10 രൂപയോ എടുത്ത് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഏത്തമിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പിന്നീട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ 10 രൂപ അല്ലെങ്കിൽ 1 രൂപ എത്രയാണോ നിങ്ങൾ വെക്കുന്നത് അത് ഭഗവാന്റെ ഭണ്ഡാരത്തിൽ ഇടുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ വ്രതം എടുത്ത് പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായിട്ടും നമ്മൾ നല്ല മനസ്സോടുകൂടി, നമ്മൾ അത്രത്തോളം വിഷമിച്ച് നമ്മളിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്, ആ പ്രശ്നങ്ങളൊക്കെ മാറണം. അത്രത്തോളം ഭഗവാനെ വിളിച്ച് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരയുക എന്നുള്ളതല്ല, നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച് ഭഗവാനോട് നമ്മുടെ വിഷമങ്ങൾ പറയുക. അതല്ലാതെ ഒരിക്കലും ക്ഷേത്രനടയിൽ പോയി നിന്ന് കരയരുത് ആവശ്യമില്ലാതെ. അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കി കൊടുക്കും. വരുന്നവരും പോകുന്നവരും ഒക്കെ ആ ഒരു വല്ലാത്തൊരു എനർജിയിലേക്ക് പോകും. ഭഗവാന്റെ തിരുനടയിൽ പോയി നിന്ന് ആവശ്യമില്ലാതെ കരയരുത്. പിന്നെ ചിലപ്പോൾ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോവും ചില സാഹചര്യങ്ങൾ, അതൊന്നും വിഷയമല്ല. അതല്ലാതെ പോയി ചിലരുണ്ട് വെറുതെ നിന്ന് കരയും. അങ്ങനെ കരയരുതെന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാനോട് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുക. കൊച്ചുകുട്ടിയാണ്,
അമ്മമാരുടെ മനസ്സൊക്കെ ഭഗവാൻ കാണും. നമ്മുടെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ, ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ എങ്ങനെയാണോ വന്നാൽ നമ്മൾ എങ്ങനെ ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യും, അതേപോലെ വിനായകനെ കണ്ട് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭഗവാന് വലിയ ഇഷ്ടമാകും. ഇതേ രീതിയിൽ ചെയ്യുക. അരിഭക്ഷണം ഒഴിവാക്കുക. മറ്റ് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പം രജസ് സ്വഭാവമുള്ള ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. കാരണം നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സിൽ നമ്മൾ ഇടുന്ന ഭക്ഷണങ്ങൾക്കൊന്നും ഉള്ളിയും വെളുത്തുള്ളി ഇല്ല. ഉള്ളിയും വെളുത്തുള്ളി ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ അതിനകത്ത് ഇടുന്നത്. അപ്പോൾ അതെല്ലാം അതുപോലെ ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.